എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന എൻ്റെ ക്ലബിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ക്ലബ്ബ് UEFA കപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ തോറ്റ് പുറത്തായി PSG പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ. അതുപോലെ കർബാവ് കപ്പിൻ്റെ ഫൈനലിൽ ന്യൂകാസിലായിട്ട് 2-1 തോൽവി വഴങ്ങിയിട്ട് ആ കിരീടവും അടിയറവ് വെച്ചു. ഇനി ആകെയുള്ളത് പ്രതീക്ഷ എന്ന പ്രീമിയർ ലീഗാണ്. അതിലിപ്പോൾ 29 മത്സരം കഴിയുമ്പോൾ 70 പോയിൻ്റായിട്ട് തലപ്പത്തുണ്ട്. തൊട്ടടുത്തുള്ളത് ആഴ്സണലിന് 29 മത്സരത്തിൽ 58 പോയിൻ്റാണ്. 12 പോയിന്റിൻ്റെ മാറ്റമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിരീടം നമ്മളെ ഷെൽഫിൽ ഇതുവരെ എത്തിയില്ല. ഇനിയും ഒരു 6 മത്സരം കൂടെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ ഷെൽഫിലേക്ക് കിരീടം ധൈര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇനിയെല്ലാം കുറച്ച് ടഫ് മത്സരങ്ങൾ വരാണ്ട്. ലിവർപൂളിൻ്റെ ഇതേ മെൻറ്റാലിറ്റിയാണ്. ചിലപ്പോൾ ലിവർപൂൾ ഈ കിരീടം കൂടെ അടിയാവും പറയുമെന്ന് എനിക്ക് സംശയം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSG ശരിക്കും PSG അർഹിച്ച വിജയമാണ്. ശരിക്കും അവർ ക്വാർട്ടറിലെത്താൻ അർഹിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കളി ഉണ്ടായില്ല. ഫസ്റ്റ് ലെഗിൽ അലിസൺ അത്രയും സേവ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളവിടെ നിന്ന് അവസാനം ഒരു ഗോൾ അടിച്ചുകൊണ്ടാണ് ഈ സെക്കൻഡ് ലെഗ് കുറച്ചെങ്കിലും ഒരു ഇതുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവർ ഒരു 6-7 ഗോൾ അടിച്ചിട്ട് അന്ന് കളി തീർക്കട്ടി. അലിസൺ അത്രയും നല്ല സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ലെഗിയുടെ ഒരു എനിക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആൻഫീൽഡിലായതുകൊണ്ട്. പക്ഷെ ആൻഫീൽഡിൽ വന്നിട്ടും PSG അവരെ കളി ശൈലി മാറ്റാണ്ട് നല്ല സ്പീഡിൽ കളിച്ചു. നമ്മളൊരേ ഇതിൽ കളിച്ച് ഇനിയിപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് സതാംപ്ടണായിട്ടൊരു മത്സരം ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ. അപ്പം ഞാൻ വെച്ച് ഈ പ്ലെയേഴ്സിനെല്ലാം കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് കർബാവ് കപ്പിൽ അവരെ കളിപ്പിക്കുമായിരിക്കും. പക്ഷേ ആംബിസിലോട്ട് അവർക്കൊന്നും റെസ്റ്റൊന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല. ഒട്ടുമിക്ക പ്ലെയേഴ്സും കർബാവ് കപ്പ് കളിച്ചവരൊക്കെ അന്ന് സതാംപ്ടണെതിരെയും കളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗോൾ വരുന്ന സ്ഥലവും ഏറ്റവും കൂടുതൽ അസിസ്റ്റും ഇതൊക്കെ കൊടുക്കുന്ന സ്ഥലമായിരുന്നു. സലേനിപ്പം കർബാവ് കപ്പിൻ്റെ കളിയായാലും PSG എല്ലാ മത്സരത്തിലായാലും സലേനെ ശരിക്കും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കധികം സലേൻ്റെ സൈഡിൽ നിന്നില്ല പാസോ ഗോളോ ഒന്നും വരുന്നുണ്ടായില്ല. ഇനിയിപ്പുറം ഇല്ലാന്ന് ഡിയാസ് തീരെ ഫോമില്ല. പിന്നെ മിഡ്ഫീൽഡും ആദ്യമൊക്കെ നല്ല മിഡ്ഫീൽഡ് നല്ല ഒരു ഇതുണ്ടായിരുന്നു. ഗ്രാവംബർഗ് ആയാലും മെക്കലിസ്റ്റർ ആയാലും അവരൊന്നും പഴയ ഒരു കളി ഇല്ലയെന്ന് നമുക്ക് തോന്നുന്നത്. എന്നാ പറ്റിയെന്നറിയില്ല. പിന്നെ കർബാവ് കപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂകാസിലിൻ്റെ മിഡ്ഫീൽഡ് അത് എടുത്തു പറയാം ഇരിക്കാൻ പറ്റില്ല. അത്രയും നല്ല മിഡ്ഫീൽഡായിരുന്നു അവരെ. ടൊണാലി ആയാലും പിന്നെ നമ്മുടെ ജോലിൻഡൺ ആയാലും ബ്രൂണോ വിംബ്രിഷായാലും. ജോലിൻഡൺ അതിൽ ഓരോരോ ടാക്കിളൊക്കെ ചെയ്തിട്ട് പുള്ളി ബോൾ വിൻ ചെയ്തിട്ടാകുമ്പോൾ പുള്ളീൻ്റെ സെലിബ്രേഷൻ കാണേണ്ട തന്നെയായിരുന്നു. കാണികൾക്ക് അതൊരു ആവേശമായിരുന്നു. ശരിക്കും അവർ അറിയിച്ച വിജയമായിരുന്നു. അത്രയും നല്ല മിഡ്ഫീൽഡായിരുന്നു ശരിക്കും അവർ. പിന്നെ നമ്മളതിലിപ്പോൾ അലക്സാണ്ടർ അർണോൾഡിന് പരിക്ക് പറ്റി. ആ സൈഡ് കളിക്കാൻ പിന്നെ ബ്രാഡ്ലിക്കും പരിക്കാം. പിന്നെ ഗോമസ് ഇതുവരെ ഇഞ്ചുറിയൊന്നും തിരിച്ചു വന്നില്ല എന്ന് തോന്നുന്നത്. കുറേ പ്ലേയേഴ്സിന് ഇഞ്ചുറി ഉണ്ട്. ജനുവരിയിൽ പിന്നെ ആരെയും സൈൻ ചെയ്തില്ല. നമ്മൾ ഓൺഷിപ്പിനെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആമീസിലോട്ട് വരുമ്പോൾ ആകെ ഒരു കിയസേനെയാണ് സൈൻ ചെയ്ത്. കിയസേക്കാണ് ഫസ്റ്റിലെ കുറച്ച് അവസരം കിട്ടി. പിന്നെ പുള്ളിക്ക് ഇഞ്ചുറി വന്നാൽ പിന്നെ കിയസേന് ആമീസിലോട്ടിന് അത്ര ഇതില്ലാന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതാംപ്ടണെതിരെയുള്ള മത്സരത്തിലെല്ലാം പുള്ളീനെ ഫസ്റ്റ് ലീഗിൽ ഇറക്കായിരുന്നു. അത് കിയസേനെ ഇറക്കാമായിരുന്നു. അതുപോലെ എൻഡോ, അതുപോലെ എലിയട്ട്, ഇവർക്കൊന്നും അവസരം അധികം കൊടുക്കുന്നില്ല. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 3 നമ്മളെ പ്രീമിയർ ലീഗിൻ്റെ അടുത്ത മത്സരം എവർട്ടണായിട്ട് ഹോം മത്സരമാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾഹാമായിട്ട് എവേ, പിന്നെ വെസ്റ്റ് ഹാമായിട്ടൊരു ഹോം മത്സരമുണ്ട്, ലെസ്റ്റർ സിറ്റി ആയിട്ട് എവേ, ടോട്ടനായിട്ട് ഹോം മത്സരം, ചെൽസി ആയിട്ട് എവേ, ആഴ്സണലും ലിവർപൂളും തമ്മിൽ ഹോം മത്സരം, ബ്രൈറ്റണായിട്ട് എവേ മത്സരം, പിന്നെ അവസാന മത്സരം പറഞ്ഞാൽ ക്രിസ്റ്റൽ പാലസായിട്ട് ഹോം മത്സരം. ഇതിൽ തന്നെ ടഫ് പിക്ചേഴ്സ് പറഞ്ഞാൽ ലിവർപൂൾ വേഴ്സസ് ആഴ്സണൽ, ബ്രൈറ്റൺ വേഴ്സസ് ലിവർപൂൾ, ചെൽസി വേഴ്സസ് ലിവർപൂൾ വേഴ്സസ് ടോട്ടനം. അതുപോലെ ഫുൾഹാമായിട്ടും നല്ലൊരു മത്സരമായിട്ട് നിയമിച്ചിരിക്കുന്ന എവർട്ടണായിട്ടും. ഇതിൽ ഇനിയില്ല 9 മത്സരത്തിലൊരു 4-5 മത്സരം വിജയിച്ച് ബാക്കി 2-3 മത്സരം സമനിലയായാലും മതി. ഇല്ലെങ്കിൽ ആഴ്സണലിൽ അപ്പുറം പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം. ആഴ്സണലിൽ എനിക്ക് തോന്നുന്നു ഇത്ര വലിയ പിക്ചേഴ്സ് ഇല്ല തോന്നുന്നു. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ടീമാണെന്ന് തോന്നുന്നു ആഴ്സണലിന് ഇനി കളിക്കാനുള്ളത്. എന്തായാലും ഈ ഒരു കിരീടം കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതും കൂടെ കിട്ടിയിട്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ചിന്തിക്കാൻ പറ്റുന്നില്ല. പിന്നെ UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ലൈനപ്പ് ഏകദേശം ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മത്സരത്തിൽ ബയേണും ഇന്ററും തമ്മിലും, പിന്നെ മത്സരം എന്ന് പറഞ്ഞാൽ ആഴ്സണൽ, റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, ഡോർട്ട്മുണ്ട്, PSG വേഴ്സസ് ആസ്റ്റൺ വില്ല. ഇതിൽ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേണും ഇന്ററും തമ്മിലുള്ള മത്സരത്തിൽ ഇന്റർ ജയിക്കുന്നതാണ്. 2 ലെഗിലും കൂടെ ഇന്റർ ജയിച്ചിട്ട് ഇന്റർ സെമിയിലെത്തുന്ന എൻ്റെ പ്രതീക്ഷ. പിന്നെ ആഴ്സണലും റയൽ മാഡ്രിഡും മത്സരത്തിൽ കുറച്ച് ടഫായാലും റയൽ മാഡ്രിഡ് എന്തായാലും സെമിയിലുണ്ടാവും.
പിന്നെ ബാഴ്സലോണ ഡോട്ട്മുണ്ട്, ഇതിൽ ബാഴ്സലോണക്കാണ് കുറച്ചൊരു ഇത് ഞാൻ കാണുന്നത്. പിന്നെ PSG വേഴ്സസ് ആസ്റ്റൺ വില്ല, ഇതിൽ PSG ആയിരിക്കുന്ന വിചാരിക്കുന്നത്. മത്സരമാണ്, ഫുട്ബോളാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇതിൽ ഞാൻ ആകാംക്ഷയോടെ കാണുന്ന മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയേൺ ഇൻ്ററാണ്. കുറച്ച് നല്ല ടൈറ്റ് മത്സരമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയെല്ലാം ടൈറ്റ് തന്നെ ആയിരിക്കും, എന്നാലും ഇതൊരു ടഫ് മത്സരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഇനിയിപ്പം നമുക്കിനി ടെൻഷൻ ഇല്ലാണ്ട് എല്ലാവരും കളിയും കാണാമല്ലോ. നമ്മുടെ ടീം കളിക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ ടെൻഷൻ ഇങ്ങനെ അടിച്ച് ഇതാക്കണ്ടേ. അത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പം ബൈ.